കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയും രാഷ്ട്രീയക്കാരനുമായി മാറിയിരിക്കുന്ന പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ സതീശന് ധൈര്യമുണ്ടോ? തൻ്റെ ഇടമുണ്ടോ? സതീശനോട് ചോദിച്ചാൽ സതീശൻ ചിലപ്പോൾ പറയായിരിക്കും തെളിവ് വേണ്ടേ, തെളിവുണ്ടെങ്കിൽ പിണറായി എന്നല്ല ആരെയും ഞങ്ങൾ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറയാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് സതീശൻ കണ്ടോ? ചെന്നിത്തല കണ്ടോ? ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ പ്രമുഖ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമൊക്കെയായിരുന്ന പത്മകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയതായ വെളിപ്പെടുത്തൽ ചില പത്രങ്ങളിൽ, മനോരമയിൽ, ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഞങ്ങൾ ഇന്ത്യ ലൈവ് വളരെ വിശദമായി അത് സംസാരിക്കുകയും ചെയ്തു. അതിനകത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. പിണറായിക്കറിയാം ശബരിമല കൊള്ളയെക്കുറിച്ച്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് വേണ്ടി ഉള്ള ഓപ്പറേഷൻസ് നടത്തിയത് പിണറായി വിജയനാണ്. ശബരിമലയിൽ കൊള്ള നടത്തിയതിൻ്റെ പങ്ക് പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പത്മകുമാർ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ വന്നത്. പത്മകുമാർ ചില അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നു. അതെന്തിനാ അങ്ങനെ വന്നത്? അത് വന്നത് മനഃപൂർവ്വം ആ വാർത്ത പത്മകുമാർ ഇന്നലത്തെ പത്രങ്ങളിൽ വരണമെന്ന് തീരുമാനിച്ചതാണ്. കാരണം പത്മകുമാറിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത് പത്മകുമാർ പറഞ്ഞത് തന്നെയാണ്. പത്മകുമാറിനറിയാം ഇന്നലെ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പത്മകുമാർ പറഞ്ഞു, എന്നെ അങ്ങ് നടപടി എടുക്കുകയാണെങ്കിൽ, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്, എന്നെ നടപടി എടുക്കുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളങ്ങ് വെളിപ്പെടുത്തും. എൻ്റെ കയ്യിൽ കത്തുകളുണ്ട്, എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിണറായി കയറി എങ്കിൽ കോർത്തിട്ട് പറഞ്ഞു, അങ്ങനെ ആത്മകഥയൊക്കെ പലരും എഴുതും, പലർക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് പിണറായി അതിനെ അങ്ങ് ഊശിയാക്കി. പക്ഷേ മറുപടി പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഫോൺ റെക്കോർഡ്സ് ഉണ്ട്, ഒന്ന് പരിശോധിച്ച് നോക്കൂ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാം. അതായത് പത്മകുമാറിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മാസം ജയിലിൽ കിടന്ന ആളാണ് പത്മകുമാർ. എന്നിട്ട് കേരള പോലീസ്, പിണറായിയുടെ പോലീസ് പത്മകുമാറിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചിട്ടില്ല. പരിശോധിച്ചാലും അത് പിണറായി വിജയനെ എതിരെയുള്ളതാണെങ്കിൽ ഉപയോഗിക്കില്ല എന്ന് പത്മകുമാറിനറിയാം. അതുകൊണ്ട് പത്മകുമാർ പറയാണ്, വാട്സപ്പ് ചാറ്റുകൾ കാണിക്കാം, കോൾ റെക്കോർഡ്സ് എടുക്ക്, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായി വിജയന് CPM പങ്ക് വ്യക്തമാകും എന്ന് പറയുന്നു. എന്നെ നടപടിയെടുത്താൽ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എണ്ണി ഞാൻ പറയും പിണറായി വിജയൻ ജയിലിൽ പോകും. നമ്മൾ കേട്ടിട്ടില്ലേ പിണറായി വിജയനെ കുറിച്ച് എന്താ പറയുന്നത്? ഇരട്ടച്ചങ്കൻ, ഉരുപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുപോയവൻ, അടിയന്തരാവസ്ഥക്കാലത്ത് പിണറായി വിജയനെ ഇടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 2 പോലീസുകാരെ പറഞ്ഞു വിട്ട് അവർ ഇടിയോടിടി ഇടിച്ചിട്ട് പിണറായി കൂസാതെ നിന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഉളുപ്പില്ലാതെ തല നരച്ച ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ പിണറായിയുടെ അപദാനങ്ങൾ ഉളുപ്പില്ലാതെ വാഴ്ത്തുന്നത് കണ്ടു. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു, മിടുക്കനായ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് അണ്ണാക്കിലേക്ക് പിസ്റ്റൾ കുത്തി ഇറക്കിയിട്ട് നിർത്തിക്കോണം, ഇല്ല തീർത്ത് കളയും എന്ന് പറഞ്ഞപ്പോൾ മുണ്ട് നനഞ്ഞു പിണറായിയുടെ ഇത് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഗവർണറാണ്. അപ്പോൾ ഇരട്ടച്ചങ്കൻ വെറും പരട്ടച്ചങ്കനാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുക. കാരണം പാർട്ടി നടപടിയെടുക്കാൻ സംസ്ഥാന കമ്മിറ്റിയിലെ ഏതാണ്ട് എല്ലാവരും പത്മകുമാറിനെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായ രൂപീകരണത്തിലെത്തിയതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നതിന് തൊട്ട് മുമ്പ് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ചില വെളിപ്പെടുത്തലുകൾ പത്മകുമാർ പതുക്കെ പുറത്തോട്ട് വിട്ടതാണ്. ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ പറയും, എണ്ണി പറയും, ദൈവതുല്യൻ ആരാണെന്നുള്ള പറയും. ദൈവതുല്യന് വേണ്ടിയിട്ടാണ് ശബരിമല കൊള്ളയടിച്ചത്, ദൈവതുല്യന് വേണ്ടിയിട്ടാണ് 2 ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയത്. ഇതിൻ്റെയൊക്കെ തെളിവ് ഉൾപ്പെടെ, അതായത് തൻ്റെയും ADGP ശ്രീജിത്തിനെയും യുവതികൾ കയറുന്ന അന്ന് പത്തനംതിട്ട ജില്ലയിൽ പോലും ഇല്ല എന്നുറപ്പിക്കാൻ പിണറായി കളിച്ച നാടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പിണറായി പറഞ്ഞത് അതൊന്നുമില്ല എന്ന് പറഞ്ഞത്. തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇരട്ടച്ചങ്കൻ വെറും പരട്ടച്ചങ്കനായി പേടിച്ചു വിറച്ചു പിണറായി. ഇന്നലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് സസ്പെൻഷനാണ് കൊടുത്തത്. സസ്പെൻഷൻ്റെ സമയം ഗുണം എന്താണെന്നറിയോ? അതിന് കാലാവധിയില്ല. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. ഈ പത്മകുമാർ അങ്ങനെ ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ. പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയിൽ ഒരു റിബലായി VS അച്യുതാനന്ദനെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആരും ഉണ്ടായിരുന്നില്ല പിണറായിയുടെ കൂടെ. ഒറ്റയ്ക്ക് നിന്ന് പിണറായിക്ക് വേണ്ടി പൊരുതി പത്തനംതിട്ട പിടിച്ചെടുത്ത് പിണറായിയുടെ കാൽക്കലേക്ക് വെച്ചു കൊടുത്ത ആളാണ് പത്മകുമാർ. പിണറായിയുടെ ഒന്നാം തരം കിങ്കരൻ. ആ കിങ്കരനെ ഉപയോഗിച്ച് പിണറായി ശബരിമല തകർക്കാൻ, കൊള്ളയടിക്കാൻ, കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡുകളെയും നശിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അതുകൊണ്ടാണല്ലോ
പത്മകുമാർ പറഞ്ഞത് ശബരിമല മേൽശാന്തിയായിട്ട് ഇന്നയാളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി എഴുതി തന്ന കത്തെനിക്കുണ്ട്. കൊണ്ടുവന്നില്ലേ ഒരുത്തനെ, കണ്ണൂർകാരനൊരുത്തനെ മേൽശാന്തിയായിട്ട് നിയമിച്ചു. എന്തു പറ്റി? സന്നിധാനത്തിൽ കയറണമെന്ന് അയ്യപ്പൻ പറഞ്ഞു, പുലയുണ്ടായി, കയറാൻ പറ്റിയില്ല. അയ്യപ്പനോടാ കളി. പക്ഷെ വേറെ കാര്യമുണ്ട്, സതീശനോടും രമേശ് ചെന്നിത്തലയോടും എനിക്ക് പറയാനുള്ള തെളിവുകൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഭരണം മാറിയെന്നേ പത്മകുമാറിൻ്റെ ഫോണിൽ വാട്സാപ്പ് ചാറ്റുകളും മെസ്സേജുകളുമായിട്ട് ശബരിമലക്കുള്ള യുവതികളെ നിയമവിരുദ്ധമായി കയറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തെളിവുകളുണ്ടെന്ന് പത്മകുമാർ പറഞ്ഞിരിക്കുന്നു. സതീശന്റെ പോലീസ് അന്വേഷിക്കുമോ? രമേശ് ചെന്നിത്തല പോലീസിനെ വിടുവോ? ആഭ്യന്തരമന്ത്രി ഇല്ല. കാരണം ഇവർക്ക് ഇതിൽ നിന്ന് പങ്ക് പറ്റിയവരാണ് എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. CPM പറഞ്ഞിട്ടില്ലേ? നമ്മുടെ അയാൾ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ സോണിയയാണ് അയ്യപ്പ എന്ന് പറഞ്ഞ് ബദൽപ്പാട്ട് CPM ഇറക്കിയായിരുന്നല്ലോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്, ലോക്കൽ ബോഡി ഇലക്ഷനിൽ പരാജയം ഉണ്ടായതിനു ശേഷം പിന്നീടൊരു പാട്ടിറക്കി CPM. ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ? ആന്റണിയും അടൂർ പ്രകാശും ഒക്കെ ചേർന്ന് നിന്ന് അങ്ങനെ പോറ്റി സോണിയാഗാന്ധിയുടെ താമരത്തണ്ട് പോലെയുള്ള എന്നൊക്കെ പറയണമെങ്കിൽ എനിക്ക് പ്രത്യേക ഇച്ഛന്തലിൽ തരേണ്ടി വരും. കയ്യിൽ രക്ഷ കെട്ടുന്ന ചിത്രം കണ്ടതല്ലേ? അത് വെച്ചിട്ട് CPMകാർ സോണിയാഗാന്ധിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ അനിയത്തി അനുഷ്കയ്ക്ക് ഇറ്റലിയിലുള്ള ഗൺപത്ത് ഇൻഡിക്ക, അങ്ങനെയാണെന്ന്, ഇൻഡിക്ക അല്ല, രണ്ട് പേരുണ്ട്, രണ്ട് ഷോപ്പുകളുണ്ട് ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്നിടത്ത്. അവിടെ അതുവഴി കള്ളക്കടത്തായിട്ട് ശബരിമലയിലെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞത് ആരാണ്? CPM അല്ലേ? സൈബർ സഖാക്കളല്ലേ? അപ്പോൾ പിന്നെ സതീശൻ അനങ്ങാൻ പറ്റുമോ? ചെന്നിത്തലയ്ക്ക് അനങ്ങാൻ പറ്റുമോ? ഇനി അങ്ങനെയല്ല, അതൊക്കെ വെറുതെ CPMൻ്റെ ഒരു നാരേറ്റീവാണ് എങ്കിൽ ഉറപ്പായും പത്മകുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് പത്മകുമാറിൻ്റെ ഫോണുകൾ പിടിച്ചെടുത്ത് ഈ വാട്സപ്പ് ചാറ്റുകളും മെസ്സേജുകളും പരിശോധിക്കാൻ സതീശൻ്റെ അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പോലീസ് തയ്യാറാകുമോ? ഇല്ല, തയ്യാറാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാവരും ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട്. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ഇതിൽ ശബരിമലയിൽ ദേവസ്വത്തിൽ കൈയിട്ട് വാരാത്ത ആരുമില്ല. ആകെ ഒരാളുണ്ടായിരുന്നു. ആരെന്നറിയോ? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഒന്നാം തരം ഭക്തനായിരുന്നു, അയ്യപ്പദാസനായിരുന്നു. അതുകൊണ്ട് പ്രയാറിൻ്റെ കാലത്ത് പ്രയാർ കണ്ടിട്ടില്ല. പ്രയാറിനെ എങ്ങനെയെങ്കിലും പുകച്ച് ചാടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിണറായി വിജയൻ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 3 വർഷം എന്നുള്ള 2 വർഷമാക്കിയത്. ഇപ്പം എന്താ ചെയ്തത്? പിണറായി കാണിച്ച ഒരു ഒന്നാം തരം വൃത്തികേട്. സതീശ, രമേശ് ചെന്നിത്തല, നിങ്ങളുടെ അറിവിലേക്ക് പറയാം, നിങ്ങൾ മറന്നുപോയെങ്കിൽ, നിങ്ങൾ മറന്നിട്ടൊന്നുമില്ല, നിങ്ങൾ ചെയ്യൂല. കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ കാലാവധി കഴിയുന്നതിന് മുമ്പ് രാജിവെപ്പിച്ചു. കാലാവധി തീരാൻ 2 ദിവസമുള്ള പുള്ളി രാജിവെച്ചു. എന്നിട്ട് പുതിയ ആളെ നിയമിച്ചു. CPMകാരനെ കണ്ണൂരിൽ നിന്നുള്ള ഒരു അന്തം കമ്മി സഖാവിനെ നിയമിച്ചു. എന്താ കാര്യം എന്നറിയോ? കാലാവധി തീരാൻ 2 ദിവസം മുമ്പ് രാജിവെച്ചാലും പുതിയൊരു പ്രസിഡന്റിനെ നിയമിച്ചാൽ 2 വർഷമായൊക്കെ തുടരാം. അതായത് അടുത്ത 2 വർഷക്കാലവും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ പോകുന്നത് അന്തം കമ്മിയാണ്, പിണറായിയുടെ നോമിനിയാണ്, പിണറായിയുടെ ബിനാമിയാണ്. സതീശൻ എന്ത് ചെയ്യും? പിരിച്ചുവിടുമോ? പിണറായിക്ക് പിരിച്ചുവിടാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? പക്ഷെ പിണറായി തന്ത്രപൂർവ്വം ചെയ്തത് 3 വർഷം എന്നുള്ള കാലാവധി വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു വഴിയുണ്ട്. ആദ്യമേ ഇപ്പോൾ ഉള്ള ദേവസ്വം ബോർഡിൻ്റെ എല്ലാം കാലാവധി 1 വർഷമായിട്ടോ അല്ലെങ്കിൽ 1 മാസമായിട്ടോ തീരുമാനിക്കണം. 1 മാസം കഴിയുമ്പോൾ തന്നെ പുറത്തു പോകും. എന്നിട്ട് പിന്നെ രണ്ടാമതൊരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി 3 വർഷമാക്ക്. ഇതെല്ലാം കൂട്ടുകച്ചവടമാണ്. ഏതായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഇരട്ടച്ചങ്കനൊന്നും അല്ല എന്ന് കേരളം കണ്ട ദിവസമാണ്. കാരണം പത്മകുമാർ 2-3 മാധ്യമങ്ങൾ ഉപയോഗിച്ച് തൻ്റെ പക്കൽ ചില സാധനങ്ങളുണ്ട്, താൻ അതെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇരട്ടച്ചങ്കൻ വെറും പരട്ടച്ചങ്കനായി മാറിയ കാഴ്ച കേരളം കണ്ടു. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായിയോട് എന്തൊരു സോഫ്റ്റ് കോർണറാണെന്നറിയാമോ? മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? പത്മകുമാറിനെതിരെ തലവെട്ടും എന്ന് പറഞ്ഞു വന്ന പിണറായി വിജയൻ്റെ പാർട്ടി പത്മകുമാർ 2-3 മാധ്യമങ്ങളിലൂടെ ചില വിവരങ്ങൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ നടത്തിയപ്പോൾ പേടിച്ച് വിറച്ച് മുണ്ടും നനഞ്ഞ് സസ്പെൻഷൻ മാത്രമാക്കി പത്മകുമാറിൻ്റെ നടപടി ഒതുക്കിയത് എന്തിനാണ്? ശബരിമല കൊള്ള രക്ഷിക്കാനാണ്. ശബരിമല കൊള്ള കൊണ്ട് പാർട്ടി ആഫീസും ഇനി ആരുടെയെങ്കിലും വീടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ഈ ലാവ്ലിൻ ഇടപാടിൽ, മലബാർ ക്യാൻസർ സെൻ്ററിന് ലാവ്ലിൻ ഇടപാടിൽ
ലാബിനെ സഹായിച്ചാൽ 100 കോടി തരും, മലബാർ ക്യാൻസർ സെൻ്ററിന് കൊടുക്കും. ഇത് കെട്ടിട്ടില്ലാത്ത കാര്യമാണ്. 100 കോടി അഴിമതി കൈക്കൂലിയായിട്ട് മലബാർ MCCക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ലാവ്ലിൻ കേസ്. അതൊന്നും ആയിട്ടില്ല. ദൈവത്തിനറിയാം എത്ര പ്രാവശ്യം മാറ്റിവെച്ചു എന്നുള്ളത്. ഇനി എത്ര മാറ്റിവെക്കുമെന്നും എനിക്കറിയില്ല. ആർക്കും അറിയില്ല. സുപ്രീം കോടതിക്കും അറിയില്ല, CBIക്കും അറിയില്ല, ആർക്കും അറിയില്ല. പിണറായി വിജയന് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട് പിണറായി വിജയൻ വലിയ ധീരനും ശൂരനും പരാക്രമിയും ഒക്കെയാണ്. സുധാകരനുമായിട്ട്, കണ്ണൂരിലെ സുധാകരനുമായിട്ട് ഞാനൊരു പ്രത്യേക ആക്ഷൻ കാണിച്ചു, അപ്പോൾ സുധാകരൻ വീണു എന്നൊക്കെ പറഞ്ഞൊരു പിണറായി അറിയാമല്ലോ. ഇങ്ങനെ ധീരശൂര പരാക്രമി എന്ന് ഭാവിക്കുന്ന പിണറായി ഒന്നാന്തരം ഭീരുവാണ്. ഭയത്തിൻ്റെ ഉള്ളിലാണ് അയാൾ ജീവിക്കുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി വിരട്ടണ്ട പോലൊന്നും വിരട്ടിയാൽ ഏതു പിണറായിയും അട്ട പോലെ ചുരുളുമെന്ന് ഇപ്പം തെളിയിച്ചിരിക്കുന്നു പത്മകുമാർ. CPM-ൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പിണറായി വിജയൻ എന്നുള്ള സ്റ്റാലിൻ്റെ അപ്പനായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് കേരളീയരെ അങ്ങേയറ്റം വെറിയിപ്പിച്ച നേതാവിനെ ചുരുട്ടിക്കൂട്ടാൻ കഴിഞ്ഞ ഏക CPM-കാരൻ പത്മകുമാറാണ് ഇന്ന് ചരിത്രം രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ അതൊന്ന് ചെയ്യണേ.